അടിപൊളി കൊഞ്ചം വെള്ളരി കറി ഉണ്ടാക്കിയാലോ. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാന്നല്ല ഞങ്ങൾക്കറിയാം, എന്നാലും നമ്മളൊന്ന് പറഞ്ഞാൽ നിന്നാളൂ. ഉണ്ടാക്കാൻ അറിയാത്തോലും ഉണ്ടെങ്കിലോ ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി കേട്ടാ. മസ്റ്റ് 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 ട്രൈ റെസിപ്പി. എന്നാൽ പിന്നെ വേഗം പോയിട്ട് വെള്ളേരിൻ്റെ പകുതി എടുത്തേട്ടാ. ഒരു വലിയ വെള്ളേരിൻ്റെ പകുതി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. അല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂലേ, അത് നമ്മൾ പറയണം. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവൂലേ. എന്നാൽ പിന്നെ വേഗം പോയിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോടോ. എന്നാൽ പിന്നെ ചെറുതാക്കി വെച്ചാൽ നമ്മൾ വെള്ളേരി നല്ല പോലെ കഴുകി എടുക്കണം കേട്ടാ. നല്ലോണം കഴുകണേ, വെള്ളയെല്ലാം പാർന്ന് നല്ല പോലെ കഴുകണം. എന്തിനാന്നല്ലേ, ഇത് നമ്മളെ പോരയിലൊന്നും ഉണ്ടായല്ലോ, എവിടെയോ ഉണ്ടായ സാധനം. അത് എത്ര വിഷടിച്ചിട്ടാ വരുന്നുണ്ടാവല്ലേ. എന്നാൽ പിന്നെ നല്ലോണം വെള്ളേരി കഴുകി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് എങ്ങനാ നമ്മളെ തീ പോകുന്നോണ്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിക്കേനു. അതായത് ഒരു 3 കപ്പ് വെള്ളം, അതിലേക്ക് 1 കപ്പ് നമ്മളെ വെള്ളേരി ചെറുതാക്കി അരിഞ്ഞതും 1 കപ്പ് നമ്മളെ കൊഞ്ചൻ മുറിച്ചതും കേട്ടാ. നല്ല പോലെ കൊഞ്ചൻ വൃത്തിയാക്കി എടുക്കണേ. ഈ കൊഞ്ചനൂട്ട് നല്ല പോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടാ. ഇതാ നമ്മൾ കണ്ടില്ല, ഇങ്ങനെ ഇടുക. ഇത്തിരി വെള്ളം വേണേ, കാരണം ഈ വെള്ളേരിയും കൊഞ്ചനും വേകാനുള്ള വെള്ളം വേണം. പിന്നെ നമുക്ക് വേണ്ടിയത് 2 തക്കാളി കേട്ടാ. 2 തക്കാളി ഇട്ടാലേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ 2 തക്കാളിയും 2 പച്ചമുളകും നെടുകീറിയിട്ടതും ഇത് രണ്ടും വേണേ. അങ്ങനെ പച്ചമുളകും തക്കാളിയും, 2 തക്കാളി 2 പച്ചമുളക്, ഇതെല്ലാം നമ്മളതിലേക്ക് ഇടണോ. നമ്മളിപ്പോൾ എടുത്തു വെച്ചാൽ വെള്ളരിയും കൊഞ്ചനിട്ട് അതിലേക്കിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടിയത് പിന്നെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി എന്ന് വെച്ചാൽ 1 സ്പൂണ് നിറച്ചും എടുത്തേട്ടാ. 1 സ്പൂണ് നിറച്ചും മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മുളക് പൊടിയും, 1/4 ടീസ്പൂൺ നമ്മളെ കൊത്തമ്പാരിപ്പൊടിയെന്നോ അല്ലെ മല്ലിപ്പൊടിയെന്നോ, രണ്ടിലേതാ നിങ്ങൾ പറയുമെന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കി എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടിയത് എന്തെന്നല്ലേ, തേങ്ങ വേണോ. അത് വേകുമ്പോഴത്തേക്ക് നമ്മളെ തേങ്ങ 1 മുറിയും കുറച്ചും എടുത്തോളേ. അങ്ങനെ തേങ്ങ ചിരണ്ടി നല്ല ഫൈനാക്കി അരച്ചെടുക്കണം. അപ്പം നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മളെ കൊഞ്ചനും വെള്ളേരി ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നാൽ പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയോട്ട് നല്ല പോലെ തിളപ്പിച്ചിങ്ങെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് പണിയെടുക്കണോ, നമ്മൾ ആ കീച്ച് വെച്ചതിന് ശേഷം ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് കേട്ടാ. കടുക് ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് കരിയമ്പിൻ്റെ അപ്പം ഇട്ട് കേട്ടാ. എന്നിട്ട് നേരെ കൊണ്ടുപോയി നമ്മളെ അതിലേക്ക് കൊഞ്ചൻ കറിയിലേക്ക് പറഞ്ഞാൽ എൻ്റെ പഠിച്ചോനോ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ